വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കോ? ഉറപ്പാണോ? ഉറപ്പിക്കാവോ? അല്ലെങ്കിൽ തന്നെ കളക്ഷൻസ് ഉണ്ട്, എസ് സിഒ ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ? അപ്പോ ആകെ കൺഫ്യൂഷൻ ആണ്. അതായത് ഇപ്പോ എസ് അകത്ത് തന്നെ മെറ്റാ ടൈറ്റിൽ ഉണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ലിങ്ക് ഉണ്ട്, ഇമേജ് പ്രോപ്പർ ആയിട്ടായിരിക്കോ, എബോട്ടസ് പേജ് ഉണ്ട്, FAQ പേജ് ഉണ്ട്, ബ്രെഡ് കംസ് ഉണ്ട്, ഓർഗനൈസേഷൻ സ്കീമ ഉണ്ട്. അപ്പോ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അല്ലെ? അപ്പൊ നമ്മൾ ചെയ്ത വെബ്സൈറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കാം. സോ എന്നിട്ടും ഗൂഗിളിൽ നിന്ന് മറ്റോ ഒരു കാര്യമായിട്ട് ലീഡ്സ് ഒന്നും അങ്ങ് വരുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള വെബ്സൈറ്റില് ചെയ്ത മിസ്റ്റേക്കുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നല്ലേ? അപ്പോ ക്ലോഡ് വൈസ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ മിസ്റ്റേക്കുകളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് സൊല്യൂഷനും അതിൽ തന്നെ കണ്ടുപിടിക്കാം. സോ 1 by 1 നമ്മുടെ വെബ്സൈറ്റിലെ മിസ്റ്റേക്കുകൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അപ്പോ വീഡിയോയിലോട്ട് നമുക്ക് വളരെ വേഗം പോവാം. അപ്പോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ക്ലോഡ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് നോക്കാം. അതായത് നമ്മൾ ചാറ്റ് GPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ നമ്മൾ ഒരു SEO ഓഡിറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന സമയങ്ങളിൽ നമ്മൾ അത് വർക്കാവുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുവാണ്. അതായത് ഇപ്പോൾ ഇതാണ് എൻ്റെ കറന്റ് ഡിസ്ക്രിപ്ഷൻ, ഇതിനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു SEO ഫോക്കസ്ഡ് ആക്കി തരിക, അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റിൽ ഇതാണ്, ഇപ്പോൾ അതിനെ മാറ്റിയിട്ട് പുതിയ ടൈറ്റിൽ തരിക എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ജെമിനിയിലാണെങ്കിലും അല്ലെങ്കിൽ ചാറ്റ് GPTയിലാണെങ്കിലും ചെയ്തു തരുന്നത്. ഇനി മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചാറ്റിന്റെ അകത്ത് ചാറ്റ് GPTയോട് ചോദിക്കുവാണ് ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്, അതേ ഫോക്കസിൽ രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ റെഡി ആവുന്നു. എന്നാൽ ഒരു 10 പ്രോഡക്റ്റ് ഒക്കെ ആവുമ്പോൾ ഇത് ഒരേ ടെംപ്ലറ്റ് തന്നെ ഫോക്കസ് ചെയ്യുകയും നമുക്ക് കംപ്ലീറ്റ്ലി ഒരു AI ജനറേറ്റഡ് എന്ന് തോന്നുന്ന കണക്കിനുള്ള കണ്ടന്റ് ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. സോ അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും നമ്മൾ ഒരു 10ാമത്തെ പ്രോഡക്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റിന്റെ തന്നെ കോപ്പി ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് അതിലുണ്ട്. അപ്പോ ക്ലോഡിൽ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ക്ലോഡിലോട്ട് വരാം. ക്ലോഡിൽ നമുക്ക് ഷോപ്പിഫൈ കണക്ട് ചെയ്യാനായിട്ട് കഴിയും. അതായത് സിമ്പിളി ഞാനിപ്പോ ക്ലോഡ് പേജിൽ വന്നിട്ടുണ്ട്. ഈ ക്ലോഡ് പേജിൽ ഈ ഒരു ഐക്കൺ, ഒരു കസ്റ്റമൈസ്, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് കണക്ടേഴ്സ് എന്നുണ്ട് ഒരു ഓപ്ഷൻ. കണക്ടേഴ്സ് ക്ലിക്ക് ചെയ്യുക. കണക്ടേഴ്സിന്റെ അകത്ത് ഇപ്പോൾ എനിക്കിവിടെ ഷോപ്പിഫൈ കാണിക്കുന്നുണ്ട്, കാരണം ഞാൻ ഓൾറെഡി ഷോപ്പിഫൈ ഒരിക്കൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അല്ലാത്ത പക്ഷെ നിങ്ങൾ ഇവിടെ ഒന്നും കാണിക്കത്തില്ല. ജസ്റ്റ് ഇവിടെ വരിക, സെർച്ച് ബാറിൽ വരിക, സെർച്ച് ബാറിൽ ആഡിൽ വരിക, ബ്രൗസ് കണക്ടേഴ്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഈ സെർച്ച് ബാറിൽ ഷോപ്പിഫൈ ക്ലിക്ക് ചെയ്യുക. ഷോപ്പിഫൈ ഇത് ഇങ്ങനെ വരും. ഷോപ്പിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോപ്പിഫൈ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് ഡിഫാൾട്ട് ഷോപ്പിഫൈ തന്നെ കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യുവാണ്. കണക്ട് ക്ലിക്ക് ചെയ്തു. ഗ്രാൻഡ് ആക്സസ് ടു ഷോപ്പിഫൈ കാണിക്കുന്നു. നേരെ ഷോപ്പിഫൈയുടെ പേജിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റോർ ലോഗിൻ ചെയ്യുക. ഞാൻ ഒരിക്കൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഓട്ടോ ലോഗിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷോപ്പിഫൈ പാസ്വേഡ് അലോ കൊടുക്കാൻ ചോദിക്കും, അത് അലോ ചെയ്യാം. ഇനി ഇവിടെ ടിക്ക് കാണിക്കും, അതായത് ഞാൻ എൻ്റെ ഷോപ്പിഫൈ കണക്ടേഴ്സ് കണക്ട് ചെയ്തു എന്ന്. ഇനി ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ബാക്ക് പേജിൽ എങ്ങാനും വന്നു പോയാൽ വീണ്ടും കണക്ടേഴ്സ് ക്ലിക്ക് ചെയ്യുക, ഓളിൽ കൊടുക്കുക അല്ലെങ്കിൽ കണക്റ്റഡ് കൊടുക്കുക. ഷോപ്പിഫൈ കാണിക്കും. ഷോപ്പിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇതില് ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം എന്ന്. അതായത് ഇവിടെ ഒരു സെക്ഷൻ ഓഫ് വരുന്നുണ്ട്. ഇവിടെ ആൾവേസ് അലോ, ആൾവേസ് അലോ. ഈ മുകളിലുള്ള കസ്റ്റമും ആൾവേസ് അലോ കൊടുക്കുക. അതായത് നിങ്ങൾ ഇത് എല്ലാം ഷോപ്പിഫൈ കംപ്ലൈന്റുകൾ, അതായത് കളക്ഷൻസിന്റെയും മെറ്റാ ടാഗ്സിന്റെയും ഒക്കെ കൊടുക്കണമെങ്കിൽ ആൾവേസ് അലോ കൊടുത്താൽ മാത്രമേ അതിന് ഇപ്പോ ക്ലൗഡിന് ഷോപ്പിഫൈക്കകത്തുള്ള ഇൻഫർമേഷൻ എല്ലാം ഇൻപുട്ട് പോലെ എടുക്കാനായിട്ട് കഴിയൂ. ഇപ്പോ സിംപിളി ചിന്തിച്ചാൽ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറും ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ക്ലൗഡിന് അറിയാം നമ്മൾ ഷോപ്പിഫൈയിൽ എന്താണ് വിൽക്കുന്നത്, നമ്മുടെ ഷോപ്പിഫൈയിലെ മിസ്റ്റേക്കുകൾ എന്താണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷന് പറഞ്ഞാൽ ക്ലൗഡിന് അറിയാം അത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇനി മറ്റൊന്ന്,
ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിലെ മിസ്റ്റേക്കും കാര്യങ്ങളുമാണ് നോക്കുന്നതെങ്കിൽ ഒരു എളുപ്പ പരിപാടി എന്ന് പറയുമ്പോൾ, എളുപ്പമല്ല, കുറച്ചും കൂടെ ഒരു പ്രാക്ടിക്കൽ നോക്കുന്ന സമയത്ത് കോഡിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രോജക്റ്റ് എന്ന് പറഞ്ഞ്. ഞാൻ അതിപ്പോ ക്ലിക്ക് ചെയ്തോ. ഇപ്പൊ ഓൾറെഡി 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാത്തപ്പോ ഒരു ന്യൂ പ്രോജക്റ്റ് എന്ന ഓപ്ഷൻ ആയിരിക്കും ആദ്യമേ കാണുന്നത്. ഒരു ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ ഒരു പ്രോജക്റ്റിന് SEO എന്ന് പേര് കൊടുത്തു. ഇനി ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ പ്രോജക്റ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് സിമ്പിളി പറഞ്ഞ, ഇപ്പൊ നിങ്ങൾ വിൽക്കുന്നത് ഒരു ഡ്രസ്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് കരുതുക. അപ്പൊ ക്ലോഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്, ഞങ്ങൾ വിൽക്കുന്നത് ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പാണ്, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള വുമൺസിനെ, അതായത് ഒരു 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള വുമൺസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ഇപ്പൊ വിൽക്കുന്നുള്ളൂ, നിലവിൽ ഇന്ത്യയാണ് ഫോക്കസിങ്. സോ ഇങ്ങനെയൊക്കെ കുറച്ച്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഇന്ന കളക്ഷൻസ് ഉണ്ട്, എല്ലാ കളക്ഷൻസിന്റെയും പേര് കോമയിട്ട് കൊടുക്കുക. ദെൻ നമ്മളെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഭാവിയിലുള്ള പ്ലാനിങ്ങുകൾ എന്താണ് എന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ അറിയില്ലെങ്കിൽ സിമ്പിള് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഷോപ്പ്, ഇപ്പൊ ഞാൻ അവിയാന ഡെക്കർ, ഇത് ഒരു കംപ്ലീറ്റഡ് ആണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് ഓവർവ്യൂ, അതായത് ബ്രാൻഡിനെ കുറിച്ച് ക്ലൗഡിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. ഷോപ്പിഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രാൻഡ് ബേസ്, നിങ്ങളിപ്പോൾ ക്രോഷിയാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സാണ് വിൽക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പൊ ഞാൻ അവിയാന ഡെക്കർ ആണ് ഞങ്ങളുടെ ബ്രാൻഡ്. അപ്പൊ ഇതൊരു ഓൺലൈൻ ജേർണലിംഗ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഡീറ്റെയിൽ കൊടുത്തു. ഇനി മാർക്കറ്റ് ഇന്ത്യ ആണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് ടൈം വേൾഡ് വൈഡ് പ്ലാൻ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യ മാത്രം ചെയ്യുന്നവർ ഇന്ത്യ എന്ന് തന്നെ കൊടുക്കുക. കാരണം നമ്മൾ SEO ചെയ്യുന്ന ടൈമിലും ഓർഗനൈസേഷൻ സ്കീം ചെയ്യുന്ന ടൈമിലും ഇന്ത്യ മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കുക. കാരണം പ്രോപ്പർ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പം ഡോളറിലോ മറ്റോ കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല. നമ്മൾ നമ്മൾ പേയ്മെന്റ് പ്രൊവൈഡർ ഒന്നും പുറത്തുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ വേൾഡ് വൈഡ് കൊടുക്കുന്നതുകൊണ്ട് അതൊരു കാര്യം ഇല്ലാതെ പോവും. ഇനി ടാർഗറ്റ് കസ്റ്റമർ, ഞാനിപ്പോൾ ടാർഗറ്റ് കസ്റ്റമർ കൊടുത്തു. പ്രൈമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വുമൺസ് ആണ്, ഒരു 18നും 40 വയസ്സിനും ആണ്. കോർ കസ്റ്റമർ തന്നെ കൂടുതൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഈ റേഞ്ചിലാണ്. എന്നാൽ അത് മാറിക്കൊണ്ടിരിക്കാം. ഇനി വിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റിക്കേഴ്സ് ആണ് കൂടുതൽ വിൽക്കുന്നത്, അത് റബ്ബർ സ്റ്റാമ്പ്. ഇനി പ്രോഡക്റ്റ് കാറ്റഗറി, അതായത് എല്ലാ കാറ്റഗറിയും, ഇപ്പൊ ഞങ്ങൾ വിൽക്കുന്നത് സ്റ്റിക്കർ, ടേപ്പ്, ആക്സസറീസ്, ജേർണലിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് കാറ്റഗറി ഇങ്ങനെ കൊടുത്തു, ഡോട്ടിട്ട് ടോട്ടൽ 8 കാറ്റഗറി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡ്രസ്സ് ആണെങ്കിൽ വുമൺസ് ഡ്രസ്സ് ഉണ്ടാവും, പാന്റ്, ഷർട്ട്, സോ മെൻസിന്റെ പാൻസ്, ഷർട്ട്, സോ ഇങ്ങനെ കാറ്റഗറി മാറിക്കൊണ്ടേ ഇരിക്കാം. ഇനി ബ്രാൻഡ്, ഏതൊക്കെ ബ്രാൻഡുകൾ നമ്മൾ വിൽക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ കോമയിട്ട് ഓരോ ബ്രാൻഡും കൊടുക്കുവാണ്. സോ ഇതെല്ലാം ഞങ്ങൾ വിൽക്കുന്ന ബ്രാൻഡുകളുടെ പേരുകളാണ്. ഇനി എന്താണ് മറ്റ് ബ്രാൻഡിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത് എന്ന്. അതായത് ചിലപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് ഒറിജിനൽ പ്രോഡക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആവാം, ചിലപ്പോൾ വുമൺസ് എന്റർപ്രണർ വിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ കളക്റ്റീവ് ഐറ്റംസ് ആയിരിക്കും വിൽക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാകുന്നതെന്ന്. പിന്നെ ടോൺ ഓഫ് വോയിസ്, അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റ് കുറച്ച് എസ്തെറ്റിക്കും ആ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടോൺ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റൂൾസ്, നമ്മുടെ ബ്രാൻഡിന്റെ പേരും ആ ഒരു കാറ്റഗറിയും അല്ലാതെ പ്രോഡക്റ്റ് ഒരു ബ്രാൻഡ് നെയിമും മറ്റുമൊന്നും നമുക്ക് മിക്സ് ആയി പോകുന്നത് കാറ്റഗറിയോ ഡിസ്ക്രിപ്ഷനോ എഴുതുന്ന സമയത്ത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ബ്രീഫ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ബ്രീഫ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും പോകണ്ട. ജസ്റ്റ് നിങ്ങൾ ഇവിടെ വരിക, ഒരു ന്യൂ ചാറ്റ് ഓപ്പൺ ആക്കുക. നിങ്ങൾ ഇന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ, അതായത് വി സെൽ, വുമൻസ് ക്ലോത്ത്, ടാർഗറ്റ് മാർക്കറ്റ് ഇന്ത്യ ആണ്, ഇന്ന കാറ്റഗറി, വെബ്സൈറ്റിലെ കാറ്റഗറി പേരെല്ലാം കോപ്പി ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എഴുതി വയ്ക്കുക ക്രിയേറ്റ് ബ്രാൻഡ് ഓവർവ്യൂ, അതായത് നിങ്ങൾ ChatGPT തന്നെ ഒരു ബ്രാൻഡ് ഓവർവ്യൂ ഇതിനെക്കുറിച്ച് എഴുതാം. മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് എഴുതണമെങ്കിലും ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ഫോർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ കോമ ഇട്ടിട്ട് അങ്ങ് എഴുതുക. അതായത്
നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇന്നതൊക്കെയാണ്, എനിക്കിതൊക്കെ അറിയാം എഴുതാൻ മതി, നല്ലൊരു പ്രോംപ്റ്റ് കിട്ടും. സോ ഈ കിട്ടുന്നത് ബ്രാൻഡ് ഓവർവ്യൂ, നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് ഇതാണ് നിങ്ങളുടെ ബ്രാൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഓരോരുത്തരും വിൽക്കുന്നത് ഓരോ പ്രോഡക്റ്റ് ആവാം. ഇപ്പൊ ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്ട്സ്. സോ ഇത് നിങ്ങൾ ബ്രാൻഡ് ഓവർവ്യൂ ചെയ്യുക. എന്നിട്ട് ഞാൻ വീണ്ടും പ്രോജക്റ്റിലോട്ട് വന്നോ, ഞാനൊരു ന്യൂ പ്രോജക്റ്റ് എഴുതും. ഞാനിപ്പോൾ ഒരു SEO എന്നാണ് പേര് കൊടുക്കുന്നത്. ഈ ബ്രാൻഡ് ഓവർവ്യൂ, ഞങ്ങളുടെ ബ്രാൻഡ് ഓവർവ്യൂ ഇതായതുകൊണ്ട് ഇപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി ഇൻസ്ട്രക്ഷനും കൂടെ കൊടുക്കുക. അത് തന്നെ വേണമെങ്കിൽ ഇൻസ്ട്രക്ഷനും കൊടുക്കുക. നിങ്ങൾക്ക് മറ്റ് കാര്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും അറിയില്ലെങ്കിൽ അത് തന്നെ മൊത്തത്തിൽ കൊടുത്താലും മതിയാവും ഇൻസ്ട്രക്ഷൻസ്. സോ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ പ്രോജക്റ്റിലോട്ട് എപ്പോഴും വരാനായിട്ട് ഫ്രണ്ടിൽ വരിക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഇതാണ്. ഇതില് ഇനി നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് ക്ലൗഡിന് അറിയാം. ഇനി ഞാൻ മുന്നേ പറഞ്ഞ നിങ്ങളുടെ വെബ്സൈറ്റിലെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും എന്ന്. അതായത് അപ്പോൾ അതിന് എനിക്കൊരു പ്രോംപ്റ്റ് വേണം. ഈ SEO ഓഡിറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിന് മൊത്തത്തില് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, SEO ഓഡിറ്റ് നമ്മുടെ വെബ്സൈറ്റ് ചെയ്തു തരൂ എന്ന് മാത്രം ഇതിൽ കൊടുത്താൽ മതിയാവും. സോ ഞാൻ ഇതിലിപ്പോ കൊടുക്കേണ്ട ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് നമുക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വ്യക്തമായിട്ട് പ്രോംപ്റ്റോ കാര്യങ്ങളോ കൊടുക്കണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിളി കൊടുക്കുക, ക്രിയേറ്റ് SEO ഓഡിറ്റ് ഫോർ അവർ വെബ്സൈറ്റ്, ഫോർ അവർ കണക്റ്റഡ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുക. വെബ്സൈറ്റ് കൊടുക്കുക. സോ ഇത്രയും മതിയാവും. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ വരിക, ന്യൂ ചാറ്റ് കൊടുക്കുക, ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ഫോർ ദിസ് എന്ന് കൊടുക്കുക. ഞാൻ നേരത്തെ അവിടെ പേസ്റ്റ് ചെയ്യുക. അത് SEO ഓഡിറ്റ് ഫോർ ദിസ് കണക്റ്റഡ് വെബ്സൈറ്റ് എൻ്റർ കൊടുക്കുക. സോ ക്ലൗഡ് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് ട്രെൻഡും ഒക്കെ മാർക്കറ്റ് ഫോക്കസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് പ്രോംപ്റ്റ് അറിയാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് 1 to 1 അറിയാം എഴുതാൻ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പ്രോംപ്റ്റിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. സോ ഞാൻ ഇതിൽ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. കണ്ടോ, റണ്ണേ ഇത് മൊത്തത്തിൽ വരുന്നുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ടെക്നിക്കൽ SEO ഉണ്ട്, ഓൺ പേജ് SEO ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ആ മിസ്റ്റേക്ക് ആണ് നോക്കുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല വെബ്സൈറ്റിലുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന്. സോ വലിയൊരു പ്രോംപ്റ്റ് ഉണ്ടായി. ഞാൻ ഈ പ്രോംപ്റ്റ് കൊണ്ടുവന്നോ, നേരത്തെ എടുത്ത പ്രോജക്റ്റ് വന്നോ, ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് റൺ കൊടുത്താൽ മതി. നിങ്ങളുടെ ടോട്ടൽ കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തൊരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിൽ ഞാൻ ചെയ്ത ഒരു പ്രോംപ്റ്റ് ആണ്. അതായത് ജസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ക്യാൻ യു കണ്ടക്ട് SEO ഓഡിറ്റ് ഓർ ഷോപ്പിഫൈ വെബ്സൈറ്റ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ കൊടുത്താൽ മതിയാവും. സോ എനിക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ ഷോപ്പിഫൈ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ബാക്ക് എൻഡ് എല്ലാം ക്ലൗഡ് തന്നെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മളിൽ 635 പ്രോഡക്റ്റ് ഉണ്ട്. ഇതിലെ മിസ്റ്റേക്കുകളൊക്കെ എന്താണ്? സോ മിസ്റ്റേക്ക് നോക്കുമ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. കാരണം നമുക്കും പലതില്ല. അതായത് പ്രോഡക്റ്റിന്റെ നെയിം പ്രോപ്പർ അല്ല, കാറ്റഗറി പ്രോപ്പർ അല്ല. സോ ഇങ്ങനെ പലത് വരും. എന്തൊക്കെയാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത്, സെക്കൻഡ് ഫിക്സ് ചെയ്യേണ്ടത്, തേർഡ് ഫിക്സ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ഫിക്സ് ചെയ്താൽ എന്തൊക്കെ ഗുണം ഉണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയില്ല, നമുക്കൊരു ഡീറ്റെയിൽ കൈ കിട്ടി ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിയില്ല. സിമ്പിളി നമ്മൾ ആ SEO ഓഡിറ്റ് എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ പുതിയ പ്രോജക്റ്റ് എടുക്കുന്നവര് ഇവിടെ കാണും, ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ഫ്രം ഡിവൈസ്, ആ ഒരു ഫയൽ എടുക്കുക, ഇവിടെ അങ്ങ് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ 1 by 1 ആയിട്ട് അങ്ങ് ചോദിക്കുകയാണ്. ഇതോട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പോ SEO ഓഡിറ്റ് നടത്തിയതാണ്. SEO ഓഡിറ്റ് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റാങ്കിങ് എത്രയാണ്? സോ ഫസ്റ്റ് അവർ പറയുന്നത് ഇതാണ്.
അതായത് ആദ്യം ചെയ്യേണ്ടത് പ്രയോറിറ്റി വൈസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഹൈ പ്രയോറിറ്റി ഇഷ്യൂസ്. അപ്പോൾ ഹൈ പ്രയോറിറ്റി ഇഷ്യൂസ് ഉള്ള ഈ ഒരു ഇതെനിക്ക് ഇങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത്രയും കോപ്പി ചെയ്യുക ആ പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ അകത്തുള്ളത്. എന്നിട്ട് വീണ്ടും ഒരു ചാറ്റ് കൊണ്ടുവരിക. ക്യാൻ യു സോൾവ് ദിസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ക്യാൻ യു സോൾവ് ദിസ് ഇഷ്യൂ എന്നിട്ട് അതെല്ലാം അങ്ങ് പേസ്റ്റ് ചെയ്യുക. റൺ കൊടുക്കുക. റൺ കൊടുക്കുന്ന ടൈമിൽ അവർ കാണിക്കും, അതായത് ക്ലൗഡ് കാണിക്കും നിങ്ങൾക്ക് എന്നൊക്കെയാണ് മിസ്റ്റേക്ക്. നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നടക്കും. ഇനി മറ്റൊരു കാര്യം സിമ്പിളി ഉള്ളത്, മെജോറിറ്റി കാര്യങ്ങളും ഷോപ്പിഫൈ തന്നെ ക്ലൗഡ് തന്നെ ബാക്ക് എൻഡിൽ ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ. ക്യാൻ യു ഡു ഇറ്റ് ഇൻ, ഇത് വിട്ടുപോകരുത്. ക്യാൻ യു ഡു ഇറ്റ് ഇൻ ഷോപ്പിഫൈ API ഫോർ മീ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഫോർ എക്സാമ്പിൾ സിമ്പിളി നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു 100 പ്രോഡക്റ്റ് ഉണ്ട്. 100 പ്രോഡക്റ്റിനും ആൾട്ട് ടെസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ SEO ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഓൾട്ട് ടെസ്റ്റ് ഇല്ല എന്ന് കാണിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ക്യാൻ യു ഡു ഇറ്റ് ഇൻ ഷോപ്പിഫൈ API ഫോർ മീ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ക്ലൗഡ് തന്നെ ബാക്കെൻഡിൽ പോയിട്ട് ഓരോ ഇമേജിനും ആൾട്ട് ടെസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ ആ ഓഡിറ്റ് വിട്. ഞാനിപ്പോൾ പുതുതായിട്ട് എനിക്കിപ്പോൾ വെബ്സൈറ്റ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആണ്. സോ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. എനിക്ക് എല്ലാ ഇമേജിനും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഡിസ്ക്രിപ്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റിന്റെ പേര് അല്ലെങ്കിൽ പേര് കൊടുക്കേണ്ട, എല്ലാ പ്രോഡക്റ്റിനും ഓൾ പ്രോഡക്റ്റ് ഐ ഹാവ് ടു ചേഞ്ച് മൈ ഡിസ്ക്രിപ്ഷൻ. ക്യാൻ യു ഡു ഇറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോംപ്റ്റ്, ക്യാൻ യു ഡു ഇറ്റ് ലൈവ് ഓൺ മൈ ഷോപ്പിഫൈ API. 1 by 1 ആയിട്ട് ക്ലൗഡ് തന്നെ നിങ്ങളുടെ ഷോപ്പിഫൈയിൽ ബാക്ക് എൻഡിൽ ഉള്ള പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ മാറ്റും, SEO ഫ്രണ്ട്ലി ആക്കും. അപ്പോൾ നിങ്ങളുടെ ചില പ്രോഡക്റ്റിന് ഒരു വരിയേ ഉള്ളൂ എങ്കിലും ക്ലൗഡ് അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ആ SEO ഫോക്കസ് ചെയ്ത് പ്രോപ്പർ ആക്കും. പക്ഷെ അതിനങ്ങനെ പ്രോപ്പർ ആക്കണമെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. കാരണം ഇൻസ്ട്രക്ഷനെ ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് അതുവൈസ് ആണ് ക്ലൗഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളും എഴുതുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബേസിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലെ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് വളരെ വേഗം കഴിയും. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. കാരണം പലരും ബിഗിനേഴ്സ് ആണ്, അപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഒത്തിരി വരാം. അപ്പോൾ ഡൗട്ട്സ് ഉള്ളതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ മറ്റൊരു ഡീറ്റെയിൽ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്നതായിരിക്കും. ഇനി ക്ലൗഡില് നമ്മൾ കോഡ് ബാക്ക് എൻഡിലെ കോഡിൽ എന്ത് എഡിറ്റ് നടത്തണമെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് ഒരു പ്ലാൻ വേണം. അപ്പോൾ ക്ലൗഡിൽ ഫ്രീ പ്ലാൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനി പ്രോ പ്ലാൻ $17. അതായത് നമ്മൾ ഇതിന്റെ ഒരു കൺവേർഷൻ ഒക്കെ വന്ന് ടാക്സും GST ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ആഡ് ചെയ്യുമ്പോൾ 2300 രൂപ പെർ മന്ത് ആവും നമുക്കൊരു പ്രോ പ്ലാൻ എടുക്കാൻ. നിങ്ങൾക്ക് ഈ പ്രോ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഷോപ്പിഫൈ കണക്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങളിത് എടുക്കുക. കാരണം 2300 കൊടുത്ത് ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ സകല മിസ്റ്റേക്ക് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് കഴിയാം. സോ 1 by 1 നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ വെബ്സൈറ്റുകൾക്കും ഓരോ ഇഷ്യൂസ് ആയിരിക്കും, അതെല്ലാം 1 by 1 സോൾവ് ചെയ്യാം. നിങ്ങൾ 1-2 എണ്ണം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് ക്ലിയർ ആയിട്ട് അത് സോൾവ് ചെയ്തിടാം. അപ്പോൾ അറിയുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ബൈ ബൈ.